ഹായ് എവരി വൺ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് വേദന ഉണ്ടാക്കുന്ന പക്ഷേ എന്നാൽ ഒട്ടും വൈകാതെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു 28 വയസ്സുള്ള യുവജിം ട്രെയിനർ മരിച്ച സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഹാർട്ട് അറ്റാക്ക് ആണ് മരണകാരണം എന്ന് സംശയിച്ചെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതായിട്ട് തീരുകയാണ് ചെയ്തത്. കാരണം പോലീസ് അദ്ദേഹത്തിൻ്റെ ഒരു കിടപ്പുമുറിയിൽ പോയി സ്റ്റിറോയിഡ്സ്, പ്രോട്ടീൻ പൗഡർ, കൊഴുപ്പില്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ക്ലെൻബ്യൂട്ടറോൾ ഗുളികകൾ എന്നിവ കണ്ടെടുത്തതായിട്ടാണ് വാർത്ത. ഒരു ബോഡി ബിൽഡിംഗ് മത്സരത്തിനായി തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ആക്ച്വലി ഈ സംഭവം നമ്മുടെ ഈ ഫിറ്റ്നസ് ലോകത്തിന് ഒരു ശക്തമായ മുന്നറിയിപ്പാണെന്ന് തന്നെ പറയാം. കാരണം ഒരുപാട് പേര് ബോഡി ബിൽഡിങ്ങിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് പേര് ബോഡി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ജിമ്മിൽ പോകുന്ന ഒരുപാടും മാക്സിമം ആളുകൾ 90% ആളുകളും പെട്ടെന്ന് തന്നെ മസിൽ ബിൽഡ് ചെയ്യണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ജിമ്മിലേക്ക് അവർ വരുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ ബോഡി ഉണ്ടാക്കണം എന്ന ചിന്ത. അതിനുവേണ്ടി അത്തരം ഒരു ചിന്ത വെച്ച് പുലർത്തുമ്പോഴേക്കും നമുക്ക് പറ്റുന്നതാണ് നമ്മൾ അനബോളിക് സ്റ്റിറോയിഡ്സ് പോലുള്ള അപകടകാരികളായ കെമിക്കലുകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്താണ് ആക്ച്വലി സ്റ്റിറോയിഡ്? നമ്മുടെ ബോഡിയിൽ ഉള്ളത് തന്നെയാണ്. ആക്ച്വലി ഇത് പുറത്തുനിന്ന് സപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ സ്വാഭാവിക ഹോർമോൺ ഉൽപ്പാദനത്തെ താളം തെറ്റിക്കും. താൽക്കാലികമായി മസിലുകൾ വലുതാകുമെങ്കിലും അത് നമ്മുടെ ബോഡിയുടെ എൻജിൻ, നമ്മുടെ കോറായിട്ടുള്ള ഹാർട്ടിനെയാണ് ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് ബാധിക്കുന്നത്. BP കൂടുക, നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരിക, ഇത് പെട്ടെന്നുള്ള ഒരു ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തിക്കും. പിന്നെ പ്രോട്ടീൻ പൗഡറും പിന്നെ സപ്ലിമെൻറ്റുകളൊക്കെ നമ്മൾ സ്ഥിരം എടുക്കുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവേണ്ട ആവശ്യമാണ്. ഇപ്പോൾ ന്യൂസിൽ പ്രോട്ടീൻ പൗഡറും കണ്ടെടുത്തതായിട്ട് പറയുന്നുണ്ട്. പ്രോട്ടീൻ പൗഡർ ഒരു സപ്ലിമെൻറ്റ് മാത്രമാണ്. ഇത് സ്റ്റിറോയിഡിന് ഇക്വലൻ്റ് അല്ല. പക്ഷേ ഇതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അമിതമായ ഉപയോഗം, ഏതൊരു സപ്ലിമെൻറ്റിൻ്റെയും അമിതമായ ഉപയോഗം ശരീരത്തിന് ദോഷകരമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യതയ്ക്ക് അനുസരിച്ചുള്ള അളവിൽ മാത്രമേ പ്രോട്ടീൻ കഴിക്കാവുള്ളൂ. പിന്നെ ക്ലെൻബ്യൂട്ടറോൾ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട്. ഇത് കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. പക്ഷേ ഇതിന് നമ്മുടെ ഹാർട്ട് റേറ്റ് വർദ്ധിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. ഇതും ഹാർട്ട് അറ്റാക്കിന് സാധ്യത വളരെയധികം കൂട്ടുന്ന ഘടകമാണ്. ശരിക്കും എന്തിനാണ് നമ്മൾ ഇത്ര റിസ്ക് എടുക്കുന്നത്? ഏറ്റവും നല്ലത് നാച്ചുറൽ ഫിറ്റ്നസ്സാണ്. ഏറ്റവും സുരക്ഷിതവും ആരോഗ്യകരമായ വഴി നല്ല ഒരു ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ് വേണം. പിന്നെ ഒരു കൺസിസ്റ്റൻ്റ് വർക്കൗട്ട്, കൃത്യമായ വ്യായാമം, നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് വേണം, റിക്കവറി. ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഹെൽത്തോടെ, ഒരു ആരോഗ്യത്തോടെ ഇരുന്നിട്ട് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ശരീരം ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ മസിൽ വളരാൻ സമയമെടുക്കും. ക്ഷമയോടെ കാത്തിരിക്കണം. ആരെയും ബോധിപ്പിക്കാനല്ല, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മത്സരങ്ങളുടെ പേരിലോ ആരെങ്കിലും നമ്മളെ പ്രേരിപ്പിച്ചതിൻ്റെ പേരിലോ നമ്മുടെ ഒരു ജീവൻ പണയം വയ്ക്കരുത്. 28 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ ജീവൻ ഈ മരുന്നുകളുടെ ഉപയോഗം കാരണം നഷ്ടപ്പെട്ടെങ്കിൽ അത് നമുക്കൊരു പാഠമാണ്. നിങ്ങളിപ്പോൾ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഒരു ഡോക്ടറെ കാണുക. നിങ്ങളുടെ ട്രെയിനർ ഇത്തരം മരുന്നുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറുക. ആരോഗ്യകരമായ ഫിറ്റ്നസ് തിരഞ്ഞെടുപ്പുകൾ മാത്രം നടത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ഫിറ്റ്നസ് വിശേഷമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബി ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.